ഒരു വെൽക്കം സ്പീച്ച്. സോ ഐ ആം ഗോയിങ് ടു വെൽക്കം ജോസഫ് ചെറുതുരുത്തി ഫോർ ദ വെൽക്കം സ്പീച്ച്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഇടയ്ക്കിടയ്ക്ക് പറയണോ, നമ്മൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ്, നമ്മൾ ഓരോരുത്തരും ഇത് ആഘോഷമാക്കണ്ടേ. സോ ലെറ്റ്സ് വെൽക്കം ജോസഫ് ചെറുതുരുത്തി ടു ദ സ്റ്റേജ് ഫോർ ദ വെൽക്കം സ്പീച്ച്. നിങ്ങളെ ഓരോരുത്തരെയും ഈ ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും താഴ്മയോടെ ആ കടമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇടയിലേക്ക് പുതുതായി വന്നിരിക്കുന്ന യുവതി യുവാക്കളുടെ കുടുംബങ്ങളുണ്ട്. അവരുടെ ചെറുതിനെ കുറിച്ച് രണ്ടു വാക്ക്. നമുക്ക് ചുറ്റും നമ്മളിന്ന് കാണുന്ന പോലെ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് സംഘാടകരുണ്ട്. ആഘോഷ ലാഭങ്ങൾ നടത്തി നമ്മുടെ പോക്കറ്റിൽ നിന്ന് വാങ്ങി അവരുടെ പോക്കറ്റിൽ വീർപ്പിക്കുന്ന ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയല്ല ചെന്ന്, മറിച്ച് ഇതൊരു ചാരിറ്റബിൾ, ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുക. അതിലുപരി നമ്മുടെ എന്നിലും നിങ്ങളിലും നമ്മുടെ മക്കളിലും ഒളിഞ്ഞിരിക്കുന്ന സുഷുപ്തമായിരിക്കുന്ന സർഗാത്മകമായ കഴിവുകളെ, ചെറിയ ചെറിയ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുക. നമ്മൾ ഓരോ വർഷവും കലാപരിപാടികളിലൂടെയും സ്പോർട്സ് ഇവന്റ്സിലൂടെയും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി ജന്മ ഇന്ത്യയിലും അതുപോലെ അയർലൻഡിലും സമൂഹത്തിന്റെ താഴെ ദുരിതമനുഭവിക്കുന്ന ഒരുപാട് പേരെ ഓരോ വർഷവും ചാരിറ്റി പ്രവർത്തനങ്ങളോട് സഹായിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന് ചെലവാകുന്ന തുക, ഇത് ലാഭേച്ഛയില്ലാതെ നമ്മുടെ സംഘടനയിലെ ഓരോരുത്തരും നിസ്വാർത്ഥമായ സേവനം കൊണ്ട് മാത്രം റൺ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഇതിന്റെ ഓരോ വരവ് ചെലവ് കണക്കുകളും കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ഇതിന്റെ സെക്രട്ടറി ഓണാഘോഷ മേഖലയിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും അതിനെ ചോദ്യം ചെയ്യും. ഇതെല്ലാമാണ് നമ്മുടെ ഈ സംഘടനയെ മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജെമ്മിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിരുന്നു. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്, പ്രൗഡ് ബീയിങ് പ്രസിഡന്റ് ഓഫ് ജെം. ഇത് നമുക്ക് ക്രിസ്മസിലേക്ക് വന്നാൽ ക്രിസ്തുവിന്റെ ജനനത്തിലും മതപരമായ സ്വാധീനങ്ങളും അപ്പുറം ക്രിസ്മസിൽ there is something special in Christmas. എന്നെയും നിങ്ങളെയും സന്തോഷിപ്പിക്കാൻ വെച്ചത് ക്രിസ്മസിലാണ്. There is something special in Christmas which lies beyond the boundaries of religion. ബൈബിളിലേക്ക് നോക്കിയാൽ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം സംസാരിച്ച ആദ്യത്തെ വാചകം എന്താണെന്ന് ആരെങ്കിലും പറയാമോ? Can anyone say what is the first sentence spoken from the mouth of God? Can anyone say what is the first sentence spoken from the mouth of God? Can anyone say let there be light? Let there be light. വെളിച്ചമുണ്ടാകട്ടെ. And there was light. Therefore, Christmas is a season of light. It is also a season of magic, because we believe in the magic of Santa Claus, don't we?
We believe in the magic of Santa Claus. Thus, Christmas is the season of magic. Christmas is also a season of love. Because we share our love. We care each other. We share each other. Thus, Christmas is a season of love. Therefore, I cordially welcome each and every one of you to this wonderful celebration of Christmas and New Year run by Jen. I wish, let there be light, let there be magic, let there be love in our lives. So, once again, I wish you all, I welcome you